ഹലോ. ഭാസ്കരനെ ഇതുവരെ കണ്ടില്ല. സാറുണ്ടല്ലോ അല്ലേ? സാർ എന്റെ ഫ്രണ്ടാ. സാർ അകത്തുണ്ടല്ലോ അല്ലേ? ഗോൾഡൻ രാജുവാണ്. നമസ്കാരമുണ്ട്. മര്യാദയ്ക്ക് പുറത്തു നിൽക്ക്. കാര്യം എന്താണെന്ന് അറിയാതെ സാർ എന്തിനാ ചൂടാവുന്നത്? അല്ല, നീ എന്നെ സമൂഹ സേവനത്തിന് വേണ്ടി കാണാമെന്നാണ് ഇവിടേക്ക്. സാർ ഇരിക്കേ. മേളിടത്തുനിന്ന് പ്രഷറുണ്ടെന്നും അറിയാം, സാറിന് ബുദ്ധിമുട്ടുണ്ടെന്നും അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേരെടുക്കാമെന്നും എല്ലാവരും പറയുന്നുണ്ട്. 1 കോടി രൂപ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി 1 കോടി രൂപയും കൂടെ നീ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മോടെ കല്യാണം ഉറപ്പിച്ചു. ഇങ്ങ് താടാ. അറസ്റ്റായി കഴിഞ്ഞാൽ കുടുംബത്തിനും എനിക്ക് നാണക്കേടാ. ഒരു പെണ്ണിൻ്റെ അച്ഛനാ ഞാൻ. ഒന്ന് സഹായിക്കണം. മുകളിൽ നിന്നുള്ള പ്രഷറൊക്കെ നിനക്ക് ഒഴിവാക്കി തരാം. മറ്റുള്ളവരെ പൊക്കും, നിങ്ങൾ മൊത്തത്തിൽ ഡാമേജ് ആകും. അത്രേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്? തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയുമില്ലെന്ന്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നോട് കളിക്കരുത് സത്യദേവ്. നീ ഇപ്പം എന്നോടാ കളിക്കുന്നേ. ACP ഭാസ്കരനെ കൊന്നത് നീ തന്നെയാ. സിറ്റിയിലുള്ള കോളേജിന്റെ സ്കൂളിന്റെ മുമ്പിൽ മയക്കുമരുന്ന് വിൽക്കുന്നത് നീ അല്ല. എനിക്കറിയാം. അതിനു വേണ്ടി ഈ കളി. ശരി, കൈ പൈസയുണ്ട്, നാളെയും തരാം. നിന്നെ ഞാൻ നോക്കിക്കോളാം. പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. നീ ജീവിതകാലം മുഴുവനും സത്യസന്ധനായി എത്ര ജോലി ചെയ്താലും എന്റെ ഗ്രൂപ്പിലുള്ള ഒരു സാധാരണ റൗഡി സമ്പാദിക്കുന്ന പൈസ പോലും നിനക്ക് സമ്പാദിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിനക്കെത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, തരാം. എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഇപ്പൊ എന്നെ വിട്ടേക്ക്, അത്രയും മതി. എന്താ? അത് ഞാൻ ശരിക്കൊന്ന് ആലോചിക്കട്ടെ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞേ? ആരാ അങ്ങനെ പറഞ്ഞത്? മരിച്ചുപോയ എന്റെ ആൾക്കാർക്ക് പോലും 1 കോടി രൂപയാണ് വില. അറിയാമോ നിനക്ക്? ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ 2 പേരിൽ ആരുടെ ശരീരത്തിൽ മൈക്കുണ്ട്, ക്യാമറയുണ്ട്, അതോ പുറകെ ചാനലുകാരോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇത്? അങ്ങനെയൊന്നുമില്ല. തന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും? എല്ലാം ഊരിയിട്ട് ഒന്നുമില്ലാന്ന് നിരൂപിക്കേ. പണം ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് വാങ്ങിച്ചോളാം. അങ്ങനെയാണോ? ആദ്യം നീ ഊര്. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. എൻ്റെ ആള് വരും. നിന്നെ ചെക്ക് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം. സുരേഷേ. സാർ. രാവിലെ ലേറ്റായിട്ട് വന്നതല്ലേ, അതിനുള്ള ശിക്ഷയത്. സാർ ഷർട്ടും പാൻറ്റല്ലോ ഊരാൻ പറഞ്ഞു. തന്നോടും കൂടാ. കാണിച്ചേ സാർ. സാറേ, മുണ്ട് ഷർട്ടോ വേറെ ഒന്നുമില്ല. നീ എന്താ ചെയ്യുന്നത് സത്യദേവ്? എന്റെ കാശ്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല അല്ലേ? എന്റെ വീടിന്റെ പടി കയറി വന്ന് എനിക്ക് വിലയിടുന്നു. ഇതാടാ നീ. യു ആർ നത്തിങ്. സത്യ. ആൻഡ് ഐ ആം എ പോലീസ് ഓഫീസർ. DCP സത്യദേവ്. എന്റെ ബലം നിനക്കറിയില്ലടാ. നിന്നെ പോലെ ഒരിക്കലും നിയമലംഘനത്തിന് കൂട്ടി നിൽക്കുന്നവനല്ലടാ ഈ സത്യദേവ്. കഴിവരുടെ മോനെ. ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. അതുകൊണ്ടുള്ള സന്തോഷം മതി എനിക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഉള്ളപ്പോൾ തന്നെ പ്രൊമോഷൻ കിട്ടും. എന്റെ വിശ്വസ്തരാണ് അവർ. എന്നാൽ നിന്റെ കൂടെയുള്ളവർക്ക് നീ ചാകുമ്പോഴാ പ്രൊമോഷൻ. നീ ഒന്ന് ചത്ത് കാണാൻ കാത്തിരിക്കവര്. എടാ, എന്റെ അച്ഛൻ എന്നെക്കാളും ശമ്പളം കുറവായിരുന്നിരിക്കാം. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ DCP ആടാ. നീ മരിച്ച നിന്റെ മക്കൾ അനാഥരായ റോഡിലൂടെ അലയും, തെരുവ് തണ്ടികളായി ചുറ്റി നടക്കും. നായേ. സുരേഷ് സാർ, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ നിന്റെ തല ഞാൻ അറക്കും. Get out! I say get out, man! നേരാലി വഴിക്ക് നിന്ന് കണ്ടോ? സത്യദേവ്, പോടാ. നാളെ 12 മണിക്ക് ഞാൻ തന്നെ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇറങ്ങി പോടാ. പോ. കൈ നിറയെ കാശ് കിട്ടൂടാ. ഇതുപോലെ ഒരുപാട് പേരും വരും. I'm just following my heart, Dad.
എന്നോട് പറഞ്ഞ പോലെ. അത് മാത്രമല്ല, എപ്പോഴും കൂടെയുണ്ടല്ലോ. പിന്നെ ഞാനെങ്ങനെ ഈ പണം വാങ്ങും? അല്ലല്ല, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് നിങ്ങളുടെ പേരിലല്ലേ വാങ്ങിച്ചത്? മുരളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്ക് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഉണ്ടല്ലോ. വേറൊന്നും വേണ്ട. കുഞ്ഞിനെ അവൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കിടയിലുള്ള എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഐ എം ഹാപ്പി മനോജ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നത്. ഐ പ്രോമിസ് യു. ശരി, ഞാനിപ്പോ വരാം, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞേ. എനിവേ, ഹലോ സർ. മലയാളം സിനിമയിൽ മാത്രമേ ഇത് നടക്കൂന്ന് ഞാൻ വിചാരിച്ചത്. യഥാർത്ഥ ജീവിതത്തിലും ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ടോപ്പ് പോലീസ് ഓഫീസർ 2 വർഷം കൊണ്ട്. വാവ്, റിയലി? ഐ എം ജോക്കിംഗ്. അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ഒരു ടി-വിയിൽ ഞാൻ കണ്ടായിരുന്നു, യൂണിഫോമോടെ നിൽക്കുന്ന ഇവളായിരുന്നല്ലേ അന്ന്? ഈഷ. ഹായ് ബേബി. അന്ന് ഇവള് സേഫായിട്ട് ജനിച്ചതിന് നിങ്ങളൊരു കാരണമാണ്. എന്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. കം ഓൺ. നമുക്ക് പിന്നെ കാണാം. കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായിരുന്നു. നല്ല മനോഹരമായിട്ട് കളിച്ചെന്ന് പറഞ്ഞോട്ടെ. താങ്ക് യു. ഇറ്റ്സ് ട്രൂലി ഒരുപാട് ഇഷ്ടമായി. ഡാൻസിനോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോൾ. പക്ഷെ എന്നെ കൊണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡാൻസ് പഠിപ്പിക്കാനും പറയില്ല. പേടി വേണ്ട. ബട്ട് മിക്കവാറും എല്ലാ ഷോസിനും ഞാൻ വരേണ്ടി വരും. പിന്നെ ഞാൻ ഇതുകൂടെ കേട്ടു, നിങ്ങൾ നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങില്ല എന്നും ഈ ഷോയിൽ പോലും നിങ്ങൾ കാശ് വാങ്ങാതെ കുട്ടികൾക്ക് പണം കൊടുക്കുന്നു എന്നും കേട്ടു. ദാറ്റ്സ് വെരി കമാൻഡബിൾ. അതൊരു അഹങ്കാരമാണെന്ന് കൂടി പറയാം. എനിക്കറിയാവുന്നത് പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ കാശ് വാങ്ങിയാൽ സ്റ്റുഡൻസ് ആരും ഇങ്ങോട്ട് വരില്ല. അത്രയും വലിയൊരു തുക ഈ ലോകത്ത് ആർക്കും തരാൻ സാധിക്കില്ല. ഐ ആം ഷുവർ. ഐ ആം സത്യദേവ്. അറിയാം. ഐ എം ഹെമാനിക. അതും അറിയാം. യു മസ്റ്റ് ബി ബിസി. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഐ വിൽ സീ യു ലേറ്റർ. റിച്ചാർഡ്, ഒരു ഫോൺ നമ്പർ വേണമായിരുന്നു. ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ഷുവർ. അക്യൂസ്റ്റിന്റെ പേര്, നാട്, നെറ്റ്വർക്ക്, പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് എന്തെങ്കിലും ഒന്ന് പറ. ഹേമാനിക. ഹേം എന്തിനാ നിൽക്കുന്ന? ഇരിക്കാൻ പറ അവളോട്. ഹേമാനിക ദ ഡാൻസർ. ഹേമാനിക്, ഭരതനാട്യം ഡാൻസർ, എക്സ്പോണന്റ്. അവളെ കുറിച്ചല്ലേ പറഞ്ഞേ? അത് തന്നെ. അല്ല, അവളുടെ നമ്പർ നിനക്കെന്തിനാ? നീ അവളുടെ അടുത്ത് ഭരതനാട്യം പഠിക്കാൻ പോകണോ? നോ. പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് ഡാൻസ് പഠിക്കണം, അതും ഇവര് തന്നെ പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ടാ ചോദിച്ചേ. എന്റെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ പെണ്ണും ഇവരുടെ അടുത്ത ഡാൻസ് പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാനും ആ കുട്ടിയെ പല പ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീടിനടുത്തുള്ള കുട്ടിയുടെ നമ്പർ എനിക്ക് താ. ഞാനത് അവരുടെ കൊടുത്തേക്കാം. അവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്തോട്ടെന്നേ. അല്ലെങ്കിൽ വേണ്ട, അവർ തന്നെ പറയട്ടെ. നമ്പർ മാത്രം തന്നാ മതി. അക്യൂസ്ഡ് വേറെ ആരുമില്ല, ഇവൻ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു 5 മിനിറ്റിനകത്ത് ഞാൻ നമ്പർ റെഡിയാക്കി തരാം കേട്ടോ. താങ്ക്സ്.